സർ ഓണപരീക്ഷയിൽ എനിക്ക് A+കളില്ല, കാര്യമായിട്ട് സബ്ജക്ട്സിലൊന്നും A+കളില്ല, അപ്പോൾ അതിൻ്റെ അർത്ഥം പബ്ലിക് പരീക്ഷയിലും എനിക്ക് ഫുൾ A+ കിട്ടില്ല എന്നാണോ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെയും കാണാം. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഓണപരീക്ഷയിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്സ്, എല്ലാ സബ്ജക്റ്റിലും കിട്ടിയ മാർക്സ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇനി നേരത്തെ പറഞ്ഞ ആ ഒരു ചിന്ത, അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഓണപരീക്ഷയിൽ ഫുൾ A+ഓ അല്ലെങ്കിൽ കുറേ A+കളോ കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പബ്ലിക് എക്സാമിൽ കിട്ടാൻ എല്ലാ സാധ്യതയും ഉണ്ട്. അതായത് ഓണപരീക്ഷയിൽ ഫുൾ A+ കിട്ടിയാലേ പബ്ലിക് എക്സാമിന് ഫുൾ A+ കിട്ടുള്ളൂ എന്നുള്ള ഒരു നിയമമില്ല. അത് ഹിസ്റ്റോറിക്കലി അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതായത് ഓണപരീക്ഷയിൽ ഫുൾ A+ കിട്ടുന്നവരെല്ലാവരും പബ്ലിക് എക്സാമിൽ കിട്ടുന്നു, അല്ലെ അവർക്ക് മാത്രം കിട്ടുന്നു എന്നല്ല അവസാനം നടക്കാൻ പോകുന്നത്. പക്ഷേ അതിന് നിങ്ങൾ കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് ഫാക്ടേഴ്സ്, അതായത് ഓണപരീക്ഷയ്ക്ക് നിങ്ങൾ ഉദ്ദേശിച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതിന് നിങ്ങൾ കുറച്ച് ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് കാര്യം സമയം. നിങ്ങൾക്ക് ഓണപരീക്ഷ പെട്ടെന്നാണ് നടന്നത് അല്ലേ, നിങ്ങൾ പഠിച്ച് കഴിയുന്നു, ആ ചാപ്റ്റർ സ്കൂളിലൊക്കെ എടുത്ത് കഴിയുന്നു, അപ്പോൾ തന്നെ നിങ്ങൾക്ക് പരീക്ഷ ഏതാണ്ട് വരികയാണ്. അതിൻ്റെ ഇടയിൽ കുറേ റിവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ഒന്നും കൂടി സ്ട്രോങ് ആക്കാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ പബ്ലിക് എക്സാമിന് അങ്ങനെ ആയിരിക്കില്ല. പബ്ലിക് എക്സാമിൻ്റെ വെൽ ബിഫോർ യുവർ എക്സാംസ് മിക്ക സ്കൂളുകളിലും സിലബസ് ഒക്കെ തീരും, റിവിഷൻ ഉണ്ടാവും, പല പല കാര്യങ്ങൾ അവിടെ നടക്കും. അപ്പോൾ ആ സമയത്തിൻ്റെ ഡിഫറൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ പബ്ലിക് എക്സാമിന് ആക്ച്വലി നിങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടും. മനസ്സിലായി? അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഡിഫിക്കൽട്ടി ലെവൽ. ഓണപരീക്ഷ പൊതുവേ ഡിഫിക്കൽട്ടായിട്ടാണ് ഉണ്ടാവുക. അതായത് പബ്ലിക് എക്സാമിൽ ചോദിക്കുന്ന ചോദ്യങ്ങളെക്കാളും കുറച്ചും കൂടി ലെവൽ കൂടിയ ചോദ്യങ്ങളാണ് എല്ലാ വർഷത്തെയും ഓണപരീക്ഷയിലും നിങ്ങൾ ഉണ്ടാവുക. ഈ വർഷത്തെ ഓണപരീക്ഷയിൽ അങ്ങനെ തന്നെയായിരുന്നു. അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ലായിരുന്നു ഉണ്ടാവുക. ഇതിനേക്കാളും കുറച്ചും കൂടി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്ക സമയത്ത്. കുറച്ചും കൂടി ഡിഫറൻസ് ഉണ്ടാവുള്ളൂ, അല്ലേ? ഭയങ്കര ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ കുറച്ചും കൂടി ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഡിഫറൻസ് ലെവലുള്ള കുറച്ചും കൂടി ലെവൽ കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പബ്ലിക് എക്സാമിൽ പൊതുവേ വരാറുള്ളത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഫീൽ ചെയ്യാൻ പറ്റും അവസാനമാകുമ്പോഴത്തേക്കും. മൂന്നാമത്തെ ഒരു കാര്യം ഇവാലുവേഷനാണ്. എല്ലാ സ്കൂളുകളിലും പല സ്കൂളുകളിലും ചിലപ്പോൾ ടീച്ചേഴ്സ് നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ ഒന്നും കൂടി പഠിക്കണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ചിലപ്പം നിങ്ങളുടെ മാർക്കുകൾ മനഃപൂർവ്വം കുറയ്ക്കും. മനഃപൂർവ്വം എന്ന് പറയുമ്പോൾ അതായത് ഇവാലുവേഷനൊക്കെ കുറച്ച് അധികം സ്ട്രിക്റ്റ് ആക്കുന്ന ഒരു പരിപാടി ചിലപ്പോൾ നടക്കാം. ഓക്കെ, അത് നിങ്ങളുടെ സ്കൂളിൽ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, അതല്ലേ? ആവശ്യമില്ലാണ്ട് ചിലപ്പം സ്റ്റെപ്പൊക്കെ എഴുതാത്തതിനോ, അല്ലെങ്കിൽ സ്റ്റെപ്പ് എഴുതാത്തതിന് ശരിക്കും മാർക്ക് കട്ട് ചെയ്യണം, പക്ഷേ ടീച്ചർ പറഞ്ഞ രീതിയിൽ സ്റ്റെപ്പ് എഴുതാത്തതിനോ, അല്ലെങ്കിൽ ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കിനോ, പിന്നെ എന്തെങ്കിലും അണ്ടർലൈൻ ചെയ്യാത്തതിനോ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാർക്ക് ചിലപ്പോൾ ടീച്ചേഴ്സ് കുറച്ചൊന്നും വരാം. അത് അവർ ചെയ്യുന്നത് എന്തിനാണ്? നല്ല ഇൻറ്റൻഷനോടെയാണ്. നിങ്ങൾ ഇനിയും പഠിക്കണം, അല്ലെങ്കിൽ കുറച്ചും കൂടി പഠിക്കണം, കുറച്ചുകൂടി വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് അതുകൊണ്ടും മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും. ഇനി നാലാമതൊരു കാര്യം, നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ ഓണപരീക്ഷ സീരിയസ് ആയിട്ട് കരുതിയില്ല, അതിന് വേണ്ടത്ര രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അതൊരു ഫാക്ടറാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് ഇതിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. കാരണം എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല ഓരോ കാര്യങ്ങളുണ്ടാവും. ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലായിരിക്കും. ചിലവർക്ക് സമയം കുറേ കിട്ടി, പക്ഷേ ഞാൻ പഠിച്ചില്ല എന്നായിരിക്കും. മനസ്സിലായി? ചിലവർക്ക് ഇവാലുവേഷനൊക്കെ ഭയങ്കര മാർക്കൊക്കെ ടീച്ചർ വാരിക്ക് തന്നു, പക്ഷേ വേറെ എന്തോ ആയിരിക്കും പ്രശ്നം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ആദ്യം ഇതിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം എന്നാണ്. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഓണപരീക്ഷ പൊതുവേ ഒരു ഡിഫിക്കൽട്ട് എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണപരീക്ഷയിൽ ഫുൾ A+ കിട്ടിയാലേ പബ്ലിക് പരീക്ഷയിൽ ഫുൾ A+ കിട്ടുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇത്രയും കാര്യങ്ങൾ ഓണപരീക്ഷേൻ്റെ എഗെയിൻസ്റ്റാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ പബ്ലിക് എക്സാമിന് അത് നേരെ തിരിച്ചും വർക്ക് ചെയ്യും. പബ്ലിക് എക്സാമിന് ഇവാലുവേഷൻ അത്രയും ഭയങ്കര ടഫ് സ്ട്രിക്റ്റ് ഇവാലുവേഷൻ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷമൊന്നും ഇത്രയും പേർക്ക് ഫുൾ A+ കിട്ടില്ലായിരുന്നു. പൊതുവെ അത്ര ടൈറ്റ് ഇവാലുവേഷൻ ആയിരിക്കില്ല. നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടക്കും. ഡിഫിക്കൽട്ടി കുറച്ചുകൂടി കുറവാണ്, സമയം കൂടുതൽ കിട്ടും, പഠിക്കാൻ വിചാരിച്ചാൽ സമയം കൂടുതൽ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഫാക്ടേഴ്സ്. ഓക്കെ, അത് മനസ്സിലായി വിചാരിക്കുന്നു. രണ്ടാമത്തെ കാര്യം നമ്മൾ ആലോചിക്കേണ്ടതും നമ്മൾ ചെയ്യേണ്ടതും, കാരണം ഇതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. അതിനെപ്പറ്റി കുറേ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെട്ടിട്ടോ സന്തോഷിച്ചോ വലിയ കാര്യമൊന്നുമില്ല. ഇനി എന്തൊക്കെ ചെയ്യാം, ഇനി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ വളരെ വളരെ ക്ലിയർ ബോധത്തോടെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് കാര്യം, ഇനി മുതൽ നെക്സ്റ്റ് നിങ്ങളുടെ മൈൽ സ്റ്റോൺ എന്താണ്? പബ്ലിക് എക്സാം അവിടെ നിൽക്കട്ടെ, നെക്സ്റ്റ് മൈൽ സ്റ്റോൺ എന്താണ്? ക്രിസ്മസ് പരീക്ഷ. അതിന് അത്യാവശ്യം നല്ല സമയമുണ്ട്. അതായിരിക്കണം നിങ്ങൾ ആ ഒരു പരീക്ഷയിൽ നിങ്ങൾ മാക്സിമം A+കൾ വാരി കൂട്ടാൻ ശ്രമിക്കണം. കാരണം അത് ഓണപരീക്ഷയെക്കാളും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇൻ ദ സെൻസ് അത് നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം ഉണ്ടാവും. മാത്രമല്ല നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടി 10ാം ക്ലാസ് എന്തൊക്കെയാണ് നിങ്ങളിൽ നിന്ന് ടീച്ചേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നിങ്ങളിൽ നിന്ന് സബ്ജക്ട്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നിങ്ങളിൽ നിന്ന് എക്സാം പേപ്പർ എക്സ്പെക്ട് ചെയ്യുന്നുള്ള ഒരു ഐഡിയ ഏതാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. എങ്ങനെയാണ് എക്സാമിൻ്റെ സബ്ജക്റ്റിൻ്റെ ലെവലിൽ നിന്നുള്ള ഐഡിയ കിട്ടിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ക്രിസ്മസ് എക്സാമിന് മാക്സിമം നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ തന്നെ ഫുൾ A+ കിട്ടാൻ പറ്റും. അതിൽ നിങ്ങൾ ഫുൾ A+ നേടിയെടുത്താൽ ഉറപ്പാണ് മക്കളെ
പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടും. അതിൽ ഒരു സംശയമില്ല. ഇനി സാർ അതിലും കിട്ടിയില്ലെങ്കിലോ? അപ്പോൾ ഞാൻ വീണ്ടും ഇതുപോലൊരു വീഡിയോ എടുക്കും നിങ്ങൾ വിചാരിക്കും. പക്ഷേ അതിൽ എനിക്ക് ഇത്രയും നിങ്ങളെ സമാധാനിപ്പിക്കാൻ കഴിയുന്നുണ്ടാവില്ല. കാരണം അത് ഓൾറെഡി ഡിസംബർ ആയിട്ടുണ്ടാവും, ഡിസംബർ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ജാനുവരി ഫെബ്രുവരി മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം എനിക്ക് കുറേ അന്ന് സമാധാനിപ്പിക്കാൻ പറ്റില്ല. ഇന്ന് സമാധാനിപ്പിക്കാം, പക്ഷെ അതേസമയം വഴിയും കാട്ടിത്തരാം. ഓക്കെ, അതിൽ ഏറ്റവും ബെസ്റ്റ് വഴി ഓണം നമ്മുടെ ക്രിസ്മസ് പരീക്ഷ സീരിയസ് ആയിട്ട് എടുക്കുക, അത് തന്നെ ഫുൾ എ പ്ലസ് നേടണം എന്നുള്ള ആ ഒരു വാശിയോടെ എല്ലാ ദിവസവും റെഗുലറായിട്ട് പഠിക്കാൻ തുടങ്ങുക. ഇനിയെങ്കിലും നിങ്ങൾ അത് തുടങ്ങിയില്ലെങ്കിൽ കാര്യം പ്രശ്നമാവും. ഓക്കെ, രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സമയം റിവിഷന് വേണ്ടിയുള്ള സമയം ഉണ്ടാക്കണം. അതായത് നിങ്ങൾ ഇങ്ങനെ വിചാരിക്കരുത്, അതായത് ഡിസംബർ പരീക്ഷ അവസാനത്തേക്കോ അല്ല പകുതി ആകുമ്പോഴായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ ഞാൻ അവിടെ ആ സമയം വരെ എനിക്ക് പഠിക്കാൻ സമയമുണ്ടല്ലോ എന്ന് വിചാരിക്കരുത്. ഡിസംബർ നിങ്ങൾക്ക് പഠിക്കാൻ സമയമില്ല. നിങ്ങൾ ഡിസംബറിന് മുൻപ് നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷയുടെ സിലബസ് തീർത്തേ പറ്റുള്ളൂ. കാരണം ഡിസംബർ മാസം മൊത്തം നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ റിവൈസ് ചെയ്യാണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോയാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഓണപ്പരീക്ഷയ്ക്ക് എഴുതിയവർക്ക് കുറേ പേർക്ക് ആ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതായത് നിങ്ങളെല്ലാം പഠിച്ചു, പക്ഷേ അവസാനം റിവൈസ് ചെയ്യാത്ത പോയപ്പം മറന്നുപോയി. പ്രത്യേകിച്ച് സോഷ്യൽ, ബയോളജി പോലത്തെ സബ്ജക്റ്റിൽ ഒന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആവരുത്. അപ്പോൾ റിവൈസ് ചെയ്യാൻ വേണ്ടി സമയം കാണണം നിങ്ങൾ. മൂന്നാമത്തെ കാര്യം, പലപ്പോഴും പലരും ചെയ്യുന്നൊരു ചെറിയൊരു മണ്ടത്തരാണ്. അതായത് കുറേ പഠിക്കും ഇങ്ങനെ. അപ്പം ഫിസിക്സ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഇങ്ങനെ കുറേ പഠിക്കും, നോട്ട്ബുക്കൊക്കെ വായിക്കും, ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കും, മാത്രമേ ചെയ്യുള്ളൂ. ചോദ്യങ്ങൾ ചെയ്ത് നോക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പരീക്ഷാ പേപ്പറിൽ ചോദ്യങ്ങൾ കാണുമ്പം അത് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലാവുന്നില്ല ചോദ്യം വായിച്ചിട്ട്. പിന്നെ മനസ്സിലായാൽ തന്നെ അതിൻ്റെ ഉത്തരം എഴുതണം എന്നുള്ള കാര്യം എങ്ങനെ എത്താണെന്ന് അറിയില്ല. കാരണം വായിച്ച് മാത്രമേ പഠിച്ച് ശീലമുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രശ്നം തോന്നുന്നവർക്ക് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാമെന്നാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ എക്സാമിനറുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത കുട്ടികളാണ് നമ്മുടെ ആപ്പിലൊക്കെ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഇഷ്ടംപോലെ ചോദ്യങ്ങൾ, ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ, അല്ലാണ്ടുള്ള ചോദ്യങ്ങൾ, ക്ലാസ്സിൽ ഇടയിൽ ചെയ്യുന്ന ചോദ്യങ്ങൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ബാച്ചിൽ നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. കാരണം ചോദ്യങ്ങൾ എത്ര നിങ്ങൾ ചെയ്തോ, കാരണം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. നിങ്ങൾ ചോദ്യങ്ങൾ ചെയ്യാം. അപ്പോഴാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടുക, അപ്പോഴാണ് നിങ്ങൾക്ക് പ്രാക്ടീസ് കിട്ടുക. അപ്പോൾ നിങ്ങൾ പിന്നെ നാളെ പേപ്പറിൽ ഇതാണെങ്കിൽ അതേ ചോദ്യങ്ങളായിരിക്കും, അല്ല അതുപോലത്തെ സമാനമായുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല, പേടി ഉണ്ടാവില്ല. അപ്പോൾ ആ ലെവലിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം. നിങ്ങൾ യൂട്യൂബ് മാത്രമേ ഫോളോ ചെയ്യുന്നെങ്കിൽ മാക്സിമം യൂട്യൂബിലെ ക്ലാസ്സസ് വന്ന് കാണുക. അത് ഒരു ക്ലാസ് മാത്രമല്ല, മൾട്ടിപ്പിൾ ക്ലാസ്സസ് കാണുക. കാരണം മൾട്ടിപ്പിൾ ചോദ്യങ്ങളായിരിക്കും ചെയ്യുക, വേറെ ചോദ്യങ്ങളായിരിക്കും ചെയ്യുക. മാക്സിമം ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ക്രിസ്മസ് എക്സാമിൻ്റെ സമയം വരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഫുൾ എ പ്ലസ് നേടാൻ പറ്റും. അതുവഴി നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് നേടാൻ സാധിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് എക്സാമിനറുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പ്രോപ്പറായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കണം, നിങ്ങൾക്ക് അതും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് കിട്ടാമെന്ന ബെനിഫിറ്റ്? നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും. എല്ലാ ടോപ്പിക് വൈസും ഓരോ ചാപ്റ്ററിനെയും ടോപ്പിക് വൈസ് ആ ചാപ്റ്റർ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് രീതിയിൽ തീർക്കുന്ന രീതിയിൽ നമ്മുടെ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും. അതുകൂടാതെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. അതുകൂടാതെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ടൈപ്പ് ചെയ്തുള്ള ഫോർമാറ്റിൽ കിട്ടേണ്ട ആവശ്യം പലർക്കും ഉണ്ട്, അല്ലേ? എന്നാലേ ഒരു പഠിച്ചു എന്നുള്ളൊരു ഫീലേ ഉള്ളൂ. അതുകൂടാതെ അതിൽ ക്വസ്റ്റ്യൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഏറ്റവും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ, അതായത് നിങ്ങൾക്ക് വേറെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അതായത് മുഴുവൻ മാർക്കും അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് നേടാൻ വേണ്ടിയിട്ട് മറ്റൊരു ആവശ്യം ഇല്ലാതാക്കി തരുന്ന രീതിയിലുള്ള ബാച്ചായിരിക്കും നമ്മുടെ ബാച്ച്. സോ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ യൂട്യൂബ് മാത്രം കണ്ട് നിങ്ങൾ പഠിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതൊരു സംശയമില്ല. നിങ്ങൾ കുറച്ച് എക്സ്ട്രാ ഡെഡിക്കേഷൻ കാണിക്കേണ്ടി വരും. അതായത് നിങ്ങൾ വളരെ റെഗുലറായിട്ട് വരേണ്ടി വരും എന്നുള്ള ഒരു ലിമിറ്റേഷൻ അതിലുള്ളൂ. അതായത് വല്ലപ്പോഴും വന്നിട്ട് നിങ്ങളൊരു യൂട്യൂബ് ലൈവോ അല്ല വീഡിയോ കണ്ടുകൊണ്ടോ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ വളരെ റെഗുലറായിട്ട് നിങ്ങൾ യൂട്യൂബിൽ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂട്യൂബിലെ ക്ലാസ്സസ് വെച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല മാർക്ക് നേടിയെടുക്കാം. പക്ഷേ അതിന് കുറച്ച് എക്സ്ട്രാ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കമ്മിറ്റ്മെൻറ്റ് വേണം. ഓക്കെ, അപ്പോൾ എന്തായാലും ക്രിസ്മസ് എക്സാമിന് ഫുൾ എ പ്ലസ് നേടാൻ പോകുന്ന എല്ലാവരും, അതാണ് നിങ്ങളുടെ ആഗ്രഹം, അത് തീർച്ചയായും നടന്നിരിക്കും, അതിൽ സംശയമില്ല. അങ്ങനെ ആഗ്രഹമുള്ളവരെല്ലാവരും തന്നെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ സാർ ഞാൻ നേടിയെടുക്കും എന്നെല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, പബ്ലിക് എക്സാമിന് ഫുൾ എ പ്ലസ് തന്നെ നേടിയെടുക്കാം. അത്രേ ഉള്ളൂ.